ഞാനും അപ്പൊ ഇന്ന് ആ ഒരു 95% എലിയുള്ള ഏറ്റവും വിഡ്ഢിയാക്കാവുന്ന ആ ഒരു ദിവസമായിരുന്നു അല്ലെ, ഇലക്ഷൻ ഡേ. ഓക്കെ, ഞാനും വോട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഡമ്മിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന ഒരു വാർഡ് മെമ്പർ തൊട്ട് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ്, ഈ പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റ്, ഈ പറയുന്ന പ്രധാനമന്ത്രി, ഇവരെല്ലാം ആ ഒരു മൾട്ടി ബില്യനേഴ്സിന്റെ ആ ഒരു 13 ഫാമിലീസിന്റെ വെറും കളിപ്പാവുകളാണ്. ഓക്കെ, പക്ഷെ അവർക്ക് ഡയറക്റ്റ് വന്ന് നമ്മളായിട്ട് കമാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഡമ്മീസ്, അതായത് നമ്മൾ പണ്ടെല്ലാം ഒളിച്ചുമ്പാത്ത് കളിക്കുമ്പോൾ ഒരു ഡൂപ്പായിട്ട് ഒരു പയ്യനൊക്കെ ഉണ്ടാവും. ഓക്കെ, ഡൂപ്പായിട്ട് ഇരിക്കണം. അപ്പൊ ആ ഒരു ഡൂപ്പ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന ജനാധിപത്യം അല്ലെങ്കിൽ ഈ പറയുന്ന ഡെമോക്രസി. അതോടൊപ്പം തന്നെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ അല്ലെ, ദിലീപിന്റെ എല്ലാം കേസ് ഒരു 10 വർഷം അത്രയൊക്കെ ആയി, എന്നിട്ട് ഇപ്പൊ മുക്തനായെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ കുറെ പേര് വന്ന് ആ സ്ത്രീനെ സപ്പോർട്ട് ചെയ്യുന്നു, പെണ്ണെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഈ നീതിന്യായ വ്യവസ്ഥ സ്ട്രോങ് ആണെങ്കിൽ, ഈ പറയുന്ന ഡെവലപ്മെന്റ് പോലെ സ്ട്രോങ് ആണെങ്കിൽ ഇവിടെ യാതൊരു പീഡനോ യാതൊരു കാര്യമൊന്നും നടക്കില്ല. ഓക്കെ, കഴിഞ്ഞ ദിവസം ബീഹാറിലെല്ലാം ഒരു 3 വയസ്സുള്ള കുഞ്ഞിനെല്ലാം പീഡിപ്പിച്ചു. ഓക്കെ, ഇപ്പൊ ഭാവന ഈ പറയുന്ന സിനിമാ നടികളൊക്കെ ആവുമ്പോൾ വലിയ ഹൈപ്പാവും, കാര്യങ്ങളാവും, സിനിമാ നടന്മാരാവും. പക്ഷെ പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും കാക്ക റാഞ്ചുന്ന പോലെ റാഞ്ചിക്കൊണ്ട് പോകാൻ കഴുകന്മാർ ചുറ്റും നടത്തുന്നുണ്ട്. ഓക്കെ, അതെല്ലാം ഒരു സബ് കോൺഷ്യസ് ക്യാൻസർ വഴി തന്നെ മൃഗങ്ങളാക്കി കഴിഞ്ഞു. ഓക്കെ, പക്ഷെ ഇതെല്ലാം സോൾവ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു മൂല കാരണം ഓക്കെ ഭയം തന്നെ തോന്നിക്കണം. മനസ്സിലൊരു അധർമ്മം തോന്നുമ്പോൾ ഭയം തോന്നണം നിയമത്തിനോട്, അല്ലെങ്കിൽ ഇതുപോലെ പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ ആ ഒരു വിഡ്ഢിത്തരത്തിന് ഞാനും കൂട്ടുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു വിഡ്ഢിത്തരം ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയില്ല, പക്ഷെ അറിയുന്ന ആൾക്കാർ മിണ്ടാതിരിക്കുന്നു. കാരണം മിണ്ടാതിരിക്കണം, കാരണം മേജോറിറ്റി അറിയാത്ത ആ ഒരു വിഡ്ഢികളാണ്. അതായത് ഈ പറയുന്ന LDF UDF BJP എന്ന് പറഞ്ഞ് പരസ്പരം തല്ലിയും ചത്തെല്ലാം നടക്കുന്ന വിഡ്ഢികള്. നേതാക്കന്മാർ എന്തൊരു വൃത്തിയോട് ചെയ്താലും എന്നാലും ക്ഷമിക്കാം അല്ലെ, റോഡെല്ലാം കുഴിച്ചിട്ടാലും കുഴപ്പമില്ല, സ്വർണ്ണം കട്ടുകൊണ്ടുപോയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ യാതൊരു ബുദ്ധിയില്ലാത്തവരായാലും കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം റോഡെല്ലാം നമ്മുടെ പണം കൊണ്ടാണ്. ഓക്കെ, നമ്മുടെ പണം കൊണ്ട് റോഡ് പൊളിഞ്ഞു വേണ്ട, അതിന്റെ മന്ത്രി പറഞ്ഞു ഇപ്പുറത്തെ ഡിസൈനിന്റെ കുഴപ്പമാണെന്ന്. അതായത് എവിടെയുള്ള ഒരു മലയെല്ലാം പൊളിച്ചുകൊണ്ടെന്ന് ഒരു ഇഷ്ടിയ വെക്കുന്ന പോലെ വെച്ച് പണിത് പൊളിഞ്ഞു വീഴുമ്പോൾ ഈ പറയുന്ന ഡിസൈനിന്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി എല്ലാം പറഞ്ഞു ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളുടെ ഒന്നും അല്ല. അതായത് എന്റെ വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ എന്റെ അച്ഛനോട് ഞാൻ പോയി ചോദിക്കുമ്പോൾ എന്റെ അച്ഛൻ പറയണേ എനിക്കൊന്നും അറിയില്ല, അതാ കോൺട്രാക്ടർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഓക്കെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലെ, ഈ പറയുന്ന ഇന്ത്യയുടെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു പവർ വേണം, ആ ഒരു നട്ടൽ വേണം, അല്ലെങ്കിൽ ഒരു ആണത്വം വേണം. അപ്പൊ അതില്ലാതെ അപ്പൊ ഡമ്മികൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. ഇതെല്ലാം ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, പക്ഷെ വിവേകബുദ്ധി അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ആരും മിണ്ടില്ല, നട്ടലില്ലാത്തൊരു അവസ്ഥ അല്ലെ, ജനാധിപത്യം അല്ലെങ്കിൽ പറയുന്ന യങ്സ്റ്റേഴ്സ് എല്ലാത്തിനും ആ ഒരു ലഹരി പദാർത്ഥങ്ങളെ കൊടുത്തിരുത്തി. അപ്പോ ഇതെല്ലാം ഞാൻ ഇല്ലേ. ഓക്കെ, അതോടൊപ്പം തന്നെ 1955 പോകുന്ന വേറൊന്നും അല്ല, ഈ ഒരു ഗർഭ സ്ത്രീ പോലും ഈ നിൽക്കുന്ന കണ്ടില്ലേ, ഒരു ഹൈ ക്ലാസ്സില്ല, മിഡിൽ ക്ലാസ്സിൽ, ലോ ക്ലാസ്സിൽ, ഇതെല്ലാം മനുഷ്യർക്കേ ഉള്ളൂ. ഈ പറയുന്ന പ്രപഞ്ചത്തിനും ഈ പറയുന്ന വിഷപ്പുകക്കും ഒന്നുമില്ല. ഈ മാസ്ക് വെക്കാൻ പറയുന്ന പോലും ശുദ്ധമായ വിഡ്ഢിത്തരം തന്നെയാണ്. അതായത് പണ്ടെല്ലാം പെട്രോൾ പമ്പിൽ ഫോൺ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പോയിട്ട് ഫോണാണ് സ്കാൻ ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന അന്തരീക്ഷത്തിലുള്ള ആ ഒരു വിഷമടങ്ങിയ പ്രാണവായു നമ്മുടെ ഉള്ളിൽ പോയി ഏത് മാസ്ക് വെച്ചാലും പോകും. ഓക്കെ, അതെല്ലാം നമ്മുടെ ഭാവി ഇല്ലാതാക്കും. ഇതെല്ലാം മനസ്സിലാക്കിയും അതോടൊപ്പം തന്നെ ഇതെല്ലാത്തിനും സൊല്യൂഷനും റിലാക്സ് ഫോഴ്സിന്റെ കയ്യിലുണ്ട്. ഓക്കെ, അതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഈ സമസ്ത പ്രപഞ്ചത്തിന് മുമ്പിലേക്ക് റിലാക്സ് ഫോഴ്സും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കൂടെ എത്തിക്കുന്നതാണ്. എല്ലാത്തിനെയും അവസാനമായി ഓക്കെ, എന്തിനും ആരംഭമുണ്ട് അവസാനമുണ്ട്. അപ്പോൾ ഇതൊരു കാര്യത്തിന്റെ അവസാനവും വേറൊരു കാര്യത്തിന്റെ